ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ജിയോൻ്റെ ഒരു പുതിയ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജിയോൻ്റെ സിം 1-ലാണോ 2-ലാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എൻ്റേത് ഇവിടെ സിം 1-ലാണ്. അപ്പോൾ ഞാൻ 1 ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ ആക്സസ് പോയിൻറ്റ് നെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് വരുന്ന ഒരു API ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. നമ്മളൊരു പുതിയ API ഉണ്ടാക്കിയ ശേഷം അതിലാണ് നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. അപ്പോൾ പുതിയ API ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഏറ്റവും താഴെയായിട്ട് ന്യൂ API എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് നെയിമാണ്. അപ്പോൾ നെയിം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജിയോ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ API എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ജിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങളെ ഫോൺ 4G ആണെങ്കിൽ 4G എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫോൺ 5G ആണെങ്കിൽ നിങ്ങൾ 5G എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ എൻ്റേത് ഇവിടെ 4G ആണ്. അപ്പോൾ ഞാൻ 4G എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്പീഡ് ബോർഡ് @Jio എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജിയോ 2024 എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെർവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ www.google.com എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഓതൻറ്റിക്കേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ PAP ഓർ CHAP എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ APM പ്രോട്ടോക്കോളും അതുപോലെ തന്നെ APM റോമിംഗ് പ്രോട്ടോക്കോളും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ IP4ഉം IP6 എന്നുള്ള ഈ ലാസ്റ്റ് ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ APM റോമിംഗ് പ്രോട്ടോക്കോളും IP4ഉം IP6ഉം എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാരിയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അൺസ്പെസിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിലായിരിക്കും ടിക്ക് മാർക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാവരും ഫോണിലും ഈ അൺസ്പെസിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അത് നമ്മളൊന്ന് ഡിസേബിൾ ചെയ്യുക. അതിനുശേഷം ഇവിടെ LTE എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് മാത്രം നമ്മൾ എനേബിൾ ചെയ്ത ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളത്. ഇനി എങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് മോർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ചിലരുടെ ഫോണിലാണെങ്കിൽ മുകളിലായിട്ട് 3 ഡോട്ട് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് എന്നുണ്ടാവും. ഇനി എൻ്റെ ഫോണിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്നുണ്ട്. അപ്പോൾ ഞാൻ സേവ് കൊടുക്കുകയാണ്. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ജിയോ 4G എന്നുള്ള API ഇവിടെ താഴെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ആയിക്കോളും. ചിലരുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് എനേബിൾ ആയിക്കോളും. സേവ് കൊടുത്താൽ തന്നെ എനേബിൾ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഗെയിമിംഗ് API വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയ ശേഷം അവിടെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഗെയിമിംഗ് APIൻ്റെ പ്ലേലിസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.